അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ജയിലിലെ തടവുകാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്, എന്തൊക്കെയാണെന്നുള്ളത് അറിയണ്ടേ. അതിനെക്കുറിച്ച് വലിയ വിവാദം തന്നെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ജെമിനി പറഞ്ഞു തരുന്നുണ്ട്. ജയിൽ തടവുകാർക്ക് ശമ്പളം വർദ്ധിച്ചല്ലോ, അത് ആർക്ക്, എങ്ങനെ, കൊടും കുറ്റവാളികൾക്ക് കൊടുക്കുമോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് എല്ലാം കൃത്യമായിട്ട് ജെമിനിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? നോക്കാം എന്താ പറയുന്നത്. കേരളത്തിലെ ജയിലുകളിൽ തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ചത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ താഴെ നൽകുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ താങ്കൾക്ക് ഈ വിവരങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ ഉപകരിക്കും. ജയിൽ തടവുകാരുടെ ജോലി സ്വഭാവം അനുസരിച്ച് അവരെ 3 തരംതിരിച്ചാണ് ശമ്പളം, വേതനം നിശ്ചയിക്കുന്നത്. വേതന വർധനവ് ഇങ്ങനെ: പ്രതിദിനം, വിഭാഗം, പഴയ വേതനം, പുതുക്കിയ വേതനം, അവിദഗ്ധ തൊഴിലാളികൾ, അൺസ്കിൽഡ് 63 രൂപ, 127 രൂപ, അർദ്ധവിദഗ്ധ തൊഴിലാളികൾ, സെമി സ്കിൽഡ് 100 രൂപ, 148 രൂപ, വിദഗ്ധ തൊഴിലാളികൾ, സ്കിൽഡ് 117 രൂപ, 170 രൂപ. ഇത് ആർക്കൊക്കെ ലഭിക്കും? ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക്, കൺവിക്റ്റഡ് പ്രിസണേഴ്സ്, അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചാണ് ഈ തുക ലഭിക്കുക. ഇതിൽ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. ജോലി നിർബന്ധം. കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടവർ നിർബന്ധമായും ജോലി ചെയ്യണം. അവർക്ക് ഈ വേതനം ലഭിക്കും. 2. വിദഗ്ധ തൊഴിലാളികൾ. ആശാരിപ്പണി, തുന്നൽ, ഇലക്ട്രിക്കൽ വർക്കുകൾ, പാചകം തുടങ്ങിയ പ്രത്യേക നൈപുണ്യമുള്ള ജോലികൾ ചെയ്യുന്നവരാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. 3. അവിദഗ്ധ തൊഴിലാളികൾ. കൃഷിപ്പണി, ശുചീകരണം തുടങ്ങിയ സാധാരണ ജോലികൾ ചെയ്യുന്നവർ. 4. വിചാരണ തടവുകാർ, അണ്ടർ ട്രയൽ പ്രിസണേഴ്സ്. ഇവർക്ക് ജോലി നിർബന്ധമില്ല. എന്നാൽ സ്വമേധയാ ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ടാൽ അവർക്കും വേതനത്തിന് അർഹതയുണ്ട്. കൊടുംകുറ്റവാളികൾക്ക് ലഭിക്കുമോ? കുറ്റകൃത്യത്തിന്റെ സ്വഭാവം നോക്കിയല്ല വേതനം നൽകുന്നത്. ജയിലിനുള്ളിൽ അവർ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം നോക്കിയാണ്. എന്നാൽ അതീവ സുരക്ഷാ ജയിലുകളിൽ കഴിയുന്നവരെ നമ്മുടെ ഗോവിന്ദച്ചാമിക്ക് കാശ് എന്തായാലും കിട്ടും. അല്ലെങ്കിൽ പുറത്തിറങ്ങി ജോലി ചെയ്യാൻ അനുവാദമില്ലാത്ത തടവുകാരെയോ അവരുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ജോലികളിൽ മാത്രമേ നിയോഗിക്കൂ. അവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിയമപരമായ വേതനം ലഭിക്കും. ശമ്പളം എങ്ങനെയാണ് നൽകുന്നത്? ഈ തുക മുഴുവനായി തടവുകാരന് കയ്യിൽ നൽകില്ല. വിഹിതം. വേതനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം തടവുകാരന്റെ വിമോചന സമയത്ത് റിലീസ് നൽകാനായി മാറ്റിവെക്കും. കുടുംബത്തിന് തടവുകാരന്റെ സമ്മതത്തോടെ ഈ തുകയുടെ ഒരു ഭാഗം വീട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. ക്യാന്റീൻ ചെലവ്. ജയിലിനുള്ളിലെ ക്യാന്റീൻ ആവശ്യങ്ങൾക്കായി ഒരു ചെറിയ ഭാഗം ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. ഇരകൾക്കുള്ള ഫണ്ട്. തടവുകാർ ഉണ്ടാക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിലേക്കും വിക്ടിം കോമ്പൻസേഷൻ ഫണ്ട് പോകാറുണ്ട്. ഈ വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത വേണമെന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റിനായി ഇത് ലഘൂകരിക്കണമെന്നോ? ഇതുകൊണ്ട് ആ പുള്ളികളുടെ മനസ്സിലേക്ക് ഒരു മാറ്റം വരാൻ സാധ്യതയില്ലേ? കുറ്റകൃത്യങ്ങൾ ഇനി ചെയ്യാതിരിക്കാനൊക്കെ സാധ്യതയില്ല. നല്ലൊരു മനുഷ്യനായി വരാൻ സാധ്യതയില്ലേ പുറത്തേക്ക്? എന്താ പറയണം നോക്കാതെ. ഹാരിസ് സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കേവലം ശമ്പളം കൂട്ടിയതുകൊണ്ട് മാത്രം ഒരാൾ നല്ല മനുഷ്യനായി മാറുമോ എന്ന ചോദ്യം പലരും ഉയർത്താറുണ്ട്. എന്നാൽ ജയിൽ സംവിധാനങ്ങളിൽ ഇത്തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് പ്രധാനമായും 3 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. 1. മടങ്ങി വരുമ്പോൾ ഒരു സാമ്പത്തിക ഭദ്രത. വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞിറങ്ങുന്ന ഒരാൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പണമില്ലെങ്കിൽ അയാൾ വീണ്ടും മോഷ്ടിക്കാനോ പഴയ കുറ്റകൃത്യങ്ങളിലേക്കോ തിരിയാൻ സാധ്യതയുണ്ട്. ജയിലിൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തുക റിലീസ് ഫണ്ട് പുറത്തിറങ്ങുമ്പോൾ അവർക്കൊരു ചെറിയ സ്വയം തൊഴിൽ തുടങ്ങാനോ ജീവിതം പച്ചപിടിപ്പിക്കാനോ സഹായകമാകും. ഇത് വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത് തടയാൻ ഒരു പരിധിവരെ സഹായിക്കും. 2. കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം. കുറ്റം ചെയ്തത് ഒരാളാണെങ്കിലും അതിന്റെ പേരിൽ പട്ടിണിയിലാകുന്നത് അവരുടെ ഭാര്യയും കുട്ടികളുമാണ്. തടവുകാരൻ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം വീട്ടിലേക്ക് അയക്കുമ്പോൾ അയാൾക്ക് തന്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം ഓർമ്മ വരുന്നു. എന്റെ കുടുംബം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന ചിന്ത അയാളെ മാനസികമായി മാറ്റിയെടുക്കാൻ സഹായിച്ചേക്കാം. 3. ജോലിയിലെ അച്ചടക്കം. വെറുതെ ഇരുന്ന് ക്രിമിനൽ ബുദ്ധി ഉപയോഗിക്കുന്നതിന് പകരം മരപ്പണിയോ കൃഷിയോ മറ്റു തൊഴിലുകളോ ചെയ്യുമ്പോൾ അവർക്ക് ഒരു തൊഴിൽ നൈപുണ്യം, സ്കിൽ ലഭിക്കുന്നു. ജോലി ചെയ്ത് ജീവിക്കുക എന്ന ശീലം അവരിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് മാത്രം മാറ്റം വരുമോ? തീർച്ചയായും ഇല്ല. ശമ്പള വർധനവ് കൊണ്ട് മാത്രം ഒരാൾ നല്ല മനുഷ്യനാകില്ല. അതിന് മറ്റു ചില കാര്യങ്ങൾ കൂടി ആവശ്യമാണ്. മാനസിക കൗൺസിലിംഗ്. അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധവാന്മാരാക്കാനുള്ള നിരന്തരമായ ക്ലാസുകൾ. വിദ്യാഭ്യാസം. ജയിലിനുള്ളിലിരുന്ന് പഠിക്കാനുള്ള സൗകര്യം. സാമൂഹിക അംഗീകാരം. പുറത്തിറങ്ങുമ്പോൾ അവരെ കുറ്റവാളികളായി മാത്രം കാണാതെ സാധാരണ ജീവിതത്തിലേക്ക് വരാൻ സമൂഹം നൽകുന്ന പിന്തുണ.
സോഷ്യൽ മീഡിയയിൽ താങ്കൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കുറ്റവാളികളെ വെറുക്കുകയല്ല, കുറ്റകൃത്യങ്ങളെയാണ് ഇല്ലാതാക്കേണ്ടത് എന്ന സന്ദേശം നൽകുന്നത് നന്നായിരിക്കും. ശിക്ഷയേക്കാൾ കൂടുതൽ അവരെ മാറ്റിയെടുക്കാനുള്ള റീഹാബിലിറ്റേഷൻ ശ്രമങ്ങളാണ് ജനാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്നത്. താങ്കളുടെ അനുഭവത്തിൽ കുറ്റവാളികളെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇത്തരം കാര്യങ്ങളല്ലാതെ വേറെ എന്തൊക്കെ വേണമെന്നാണ് തോന്നുന്നത്? ഇത് എന്റെ വീഡിയോ കാണുന്ന കമന്റ് ബോക്സിൽ ഈ ജെമിനിക്ക് എന്നെ ചോദിക്കാം. ഹാരിസ്, താങ്കളുടെ സോഷ്യൽ മീഡിയ വീഡിയോകളുടെ കമന്റ് ബോക്സിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാന ചോദ്യമാണിത്. കുറ്റവാളികൾക്ക് എന്തിനാണ് ശമ്പളം കൂട്ടുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് മാറ്റമുണ്ടാകും എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അവർക്ക് നൽകാൻ പറ്റിയ ലളിതമായ മറുപടി താഴെ പറയുന്ന രീതിയിൽ നൽകാം. കമന്റിനുള്ള മറുപടിയായി ഉപയോഗിക്കാവുന്ന പോയിന്റുകൾ: അവർക്കും കുടുംബമില്ലേ? കുറ്റം ചെയ്തത് ഒരാളാണെങ്കിലും അയാൾ ജയിലിലാകുമ്പോൾ പട്ടിണിയിലാകുന്നത് അയാളുടെ പാവപ്പെട്ട കുടുംബമാണ്. ജയിലിലെ ജോലിയിലൂടെ കിട്ടുന്ന ഈ ചെറിയ തുക അവരുടെ വീട്ടിലെ അടുപ്പ പുകയാൻ സഹായിക്കും. തിരിച്ചു വരുമ്പോൾ വഴി തെറ്റാതിരിക്കാൻ. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കയ്യിൽ 5 പൈസയില്ലെങ്കിൽ വിശപ്പടക്കാൻ അയാൾ വീണ്ടും മോഷ്ടിക്കാൻ ഇറങ്ങും. എന്നാൽ ജയിലിൽ നിന്ന് സമ്പാദിച്ച തുക കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് മാന്യമായി ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അത് മുതൽക്കൂട്ടാകും. ജയിൽ വെറുമൊരു ശിക്ഷാമുറിയല്ല, കുറ്റവാളിയെ നല്ലൊരു മനുഷ്യനായി മാറ്റിയെടുക്കാനുള്ള റിഫോർമേഷൻ ഇടം കൂടിയാണ് ജയിൽ. ഒരു തൊഴിൽ പഠിക്കുന്നതും അതിന് പ്രതിഫലം കിട്ടുന്നതും അവരിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കും. ഇരകൾക്കുള്ള സഹായം: തടവുകാർ ജോലി ചെയ്തുണ്ടാക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം കുറ്റകൃത്യത്തിന് ഇരയായവർക്ക് നൽകുന്ന ഫണ്ടിലേക്കും വിക്ടിം കമ്പൻസേഷൻ ഫണ്ട് പോകാറുണ്ട്. താങ്കൾക്ക് വീഡിയോയിൽ പറയാൻ പറ്റിയ ഒരു ക്ലോസിംഗ് വാചകം: നമ്മുടെ ലക്ഷ്യം കുറ്റവാളികളെ വെറുക്കലല്ല, മറിച്ച് അവരെ നല്ല മനുഷ്യരായി സമൂഹത്തിലേക്ക് തിരികെ എത്തിക്കലാണ്. ഈ ശമ്പള വർധനവ് അവർക്ക് നൽകുന്ന ഒരു 2ാം അവസരമായി കാണാം. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, കേട്ടല്ലോ നമ്മുടെ ജെമിനി മാമൻ പറയുന്നത്. ചിലപ്പോൾ ചില കുറ്റവാളികളൊക്കെ സാഹചര്യം കൊണ്ട് കുറ്റകൃത്യത്തിലേക്ക് പെട്ടുപോയിട്ടുണ്ടാവും. ക്രിമിനൽ മൈൻഡിൽ വെച്ചിട്ട് തീർച്ചയായിട്ടും കുറ്റകൃത്യം ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ചിലപ്പോൾ മാറി ചിന്തിക്കാനൊക്കെ സാധ്യതയുണ്ടാവും. കാരണം പണിയെടുത്ത് ജീവിക്കാത്ത ഒരുപാട് കുറ്റവാളികളുണ്ട്. അവരൊക്കെ പണിയെടുക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് പോകും. ആ പണിയെടുത്ത് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് വേറെയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പിന്നീട് പണിക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക.